ഹായ്. നല്ല അല്ലേ? പെട്ടെന്നുണ്ടാകാൻ വേണ്ടി പ്ലാവൊക്കെ മേടിച്ച് വീടിൻ്റെ അതിരും അടുത്തൊക്കെ വളർത്തും. പെട്ടെന്ന് അടുത്തുനിന്ന് ചക്ക പറിക്കാമല്ലോ. അപ്പോൾ അടുത്തുനിന്ന് ചക്ക പറിക്കുന്നത് ആരാ നമുക്കൊന്ന് കാണാൻ കേട്ടോ. ഇപ്പോൾ ഓക്കെ, അടിപൊളി കാഴ്ച കാണുന്നത് കണ്ടില്ലേ? അതിമനോഹരമായൊരു കാഴ്ചയില്ലേ കാണുന്നത്? വീടിൻ്റെ അടുത്ത് പ്ലാവെല്ലാം കൊണ്ട് നടും. നമുക്ക് എളുപ്പം ചക്ക പറിക്കാമല്ലോ എന്നുള്ള ആഗ്രഹത്തിൽ ചക്കയൊക്കെ ഉണ്ടായി മൂത്ത് വരുമ്പോഴൊന്നും ദേ കണ്ടില്ലേ, വിദ്വാൻമാരുടെ പരിപാടി കണ്ടില്ലേ? മർജാരന്മാർ അന്ന് യഥേഷ്ടം ഭക്ഷിക്കുന്നു. നമുക്ക് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. കാരണം മൂപ്പ് അവർക്കറിയാം. നമ്മളെക്കാട്ടും നല്ല കൃത്യമായിട്ട് ചക്ക എത്രത്തോളം മൂത്തിട്ടുണ്ടെന്ന് അവർക്കറിയാൻ കഴിയും. നമ്മൾ ചക്കയുടെ മുള്ളു വലുതാകുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. അപ്പുറത്തോട്ട് അവന്മാർ വന്ന് കൃത്യമായിട്ട് അവർ ഒന്നും രണ്ടും അല്ല, അവർ കൂട്ടത്തോടെയാണ് വരുന്നത്. സ്നേഹമുണ്ട് കേട്ടോ. ഒരുത്തം വന്നപ്പോൾ ഒരാൾക്ക് മാറിക്കൊടുത്തേ. പുള്ളിയുടെ കവളിൽ നിറച്ച് കിടക്കുന്നുണ്ട്, എന്നിട്ടും പുള്ളി കവൾ നിറയ്ക്കുകയാണ്. അപ്പം ഇതിനെന്തോ ഒരു ഉദ്ദേശമുണ്ട്. ഒന്നില് കുഞ്ഞുങ്ങൾക്കാണ് പുള്ളി മാറി. കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണോ ആയിരിക്കാം സാധ്യതയുണ്ട്. കാരണം കവളൊക്കെ നിറച്ച് കൊണ്ടുപോകല്ലേ. അപ്പോൾ ഇനി അവർക്കെല്ലാം കൊണ്ടു കൊടുത്തിട്ട് മെല്ലെ ഇങ്ങോട്ട് പോരും. എന്തായാലും അടിയും വഴക്കൊന്നും കാണുന്നില്ല, അധികം ഇല്ലെന്ന് തോന്നുന്നു. ഒന്നോ രണ്ടോ പേരേ ഉള്ളെന്നാണ് തോന്നുന്നത്. അടുത്തയാൾ വന്ന് തുടങ്ങിയ പരിപാടി. പുള്ളിയുടെ കവളിലും ഉണ്ട് കേട്ടോ. പുള്ളി എന്തായാലും കുറച്ച് റെസ്റ്റായിട്ട് എടുക്കുന്നുണ്ട്. കിട്ടുന്നതൊക്കെ മെല്ലെ മെല്ലെ കഴിച്ച് ഓരോ ചുളയൊക്കെ ഊരി കടിച്ച് പറിച്ച് വലിക്കുന്ന കണ്ടില്ലേ, കടിച്ച്. എന്തായാലും നല്ലൊരു കാഴ്ചയാണ്. നമ്മളുടെ ചക്ക പോവെങ്കിൽ ഇത് കാണാൻ നല്ല മനോഹരമാണ് കാഴ്ച. കേട്ടോ, കവളങ്ങ് വീർത്ത് കണ്ടില്ലേ? ഒരു കവളിലൊരു 1/4 കിലോ ചക്കയെങ്കിലും നിറയ്ക്കാനാണ് തോന്നുന്നത്, 2 കവളിലോട് കൂടിയിട്ട്. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു സൈഡേ കാണാൻ പറ്റുള്ളൂ. തിന്നുന്നുമുണ്ട്, കവള് നിറയ്ക്കുന്നുമുണ്ട്. വളരെ കൂളായിട്ടാണ് പുള്ളി. അടുക്കളയുടെ വീടിൻ്റെ തൊട്ടടുത്ത പ്ലാവാ അല്ലേ? വളരെ കൂളായിട്ടിരുന്ന കഴിക്കുന്നത്. ഇനിയിപ്പോൾ പിന്നെ നിറയ്ക്കാൻ തോന്നുന്നു. ഇത്രയും കവളി കിടന്നിട്ട് മതിയായിട്ടില്ല. സിമ്പിളായിട്ട് എൻ്റെ ഞവണിയൊക്കെ കളഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് ചുള മാത്രം. ഇനിയിപ്പോൾ അടുത്തയാൾ വരും. എന്തായാലും വളരെ കൂളായിട്ടായിരുന്നു കഴിക്കുന്നത് കേട്ടോ. ഓമനിച്ച് വളർത്തിയ കുരു എല്ലാം കളഞ്ഞ് ഞവണി കളഞ്ഞ് അടുത്ത പറിക്കാൻ തുടങ്ങി. വായിൽ കുത്തി ഇറക്കിയ കണ്ടോ, തിന്നണ്ട എന്ത് സ്മാർട്ടായിട്ടാണ്. പിന്നെ കടിച്ച് വലിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും, മതിയായിട്ടില്ല. ഈ ആർത്തി എന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ? കവിള് നിറച്ച് വെച്ച് അടുത്തയാൾ വരുന്നുണ്ട്. അപ്പം എന്തായാലും മാറി കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർ 1 by 1 ആയിട്ടാണ് വരുന്നത്. എവിടെ കൊണ്ട് കവളില്ല. ഇപ്പോൾ കവള് ഫ്രീ ആണ്. ഇപ്പോൾ കവളിലധികം നിറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഒന്നൊരു കുഞ്ഞുങ്ങൾ കൊണ്ട് കൊടുത്തിട്ട് വരികയെന്ന് തോന്നുന്നു. കുറച്ച് മുമ്പ് കവള് നിറച്ചിട്ട് പോയ പാർട്ടിയാണ്. എന്തായാലും തിന്നിട്ടല്ല വരുന്നത്, കാരണം തിന്നിട്ട് വരാനുള്ള സമയമായിട്ടില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കുകയായിരിക്കും. അത് അവരുടെ ആ മാതൃസ്നേഹം കണ്ടില്ലേ? ഇനി ഒന്ന് റിലാക്സ് ചെയ്ത ജോലിയുടെ റെസ്റ്റ് എടുക്കുകയാണ്. റിലാക്സായിട്ട് തിന്നിട്ട് ചക്കയുണ്ട് ഇനിയും. അവനാ കറക്റ്റ് ആ മൂത്ത് ആ സമയപ്പെടുത്തും വന്ന് പറിച്ച്. ഇനിയിപ്പോൾ നമുക്ക് തിന്നാനും പറ്റത്തില്ല, കാരണം കുരങ്ങ് കടിച്ചതല്ലേ. നല്ല രീതിയിലാണ് അവന്മാർ കൈകാര്യം ചെയ്യുന്നത് ചക്ക. എന്തായാലും കൊള്ളാം. നമ്മൾ നട്ടാൽ അവർക്കെങ്കിലും വേണ്ടേ? അവർക്കാരും നട്ടു കൊടുക്കുന്നത്. ഒരു ചക്കയൊക്കെ തിന്നുമ്പോൾ കുഴപ്പമില്ല. ഇവന്മാർ കയറി എല്ലാം കൂടെ അങ്ങ് കടിച്ചു പറിച്ചു വയ്ക്കുമ്പോഴാണ് നമുക്കൊരു വിഷമം. ആരോ നടുന്ന പ്ലാവിൻ്റെ ഫലം നമ്മളല്ലേ തിന്നുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ നടുന്നതിൻ്റെ അവരും കുറേ തിന്നട്ടെ. കൊള്ളാം.